എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീതു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നൈയിലെ വണ്ടലൂർ സൂവിലാണ് വന്നിരിക്കുന്നത്. തംബ്നെയിലിൽ കണ്ടു കാണും. അപ്പോൾ ഈ സൂവിൽ വരാനായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വെതർ കണ്ടീഷൻ നല്ലതാണെങ്കിൽ നമ്മൾ വന്നാലാണ് കുറച്ച് നമുക്കങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമയം സെലക്ട് ചെയ്തത്. പിന്നെ പാറൂനാണെങ്കിലും ഇപ്പോഴാണ് കുറച്ചുകൂടെ ആനിമൽസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പറ്റുന്നതല്ലോ. കുറച്ചുകൂടെ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈം നോക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് 200 ആണ്. പാറൂന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, 7 എബോവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നേരെ അവിടെ എൻട്രൻസിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ലയൺ സഫാരിക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്, 150. പിന്നെ ഇവിടെ ചുറ്റി നടന്ന് കാണാനായിട്ട് ഇവിടെ ഒരു ചെറിയ വണ്ടിയുണ്ട്, ഒരു കാർ മാതിരത്തെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും 150 റുപ്പീസ് ഉണ്ട്. അപ്പം അതല്ലാതെ സൈക്കിളും ഉണ്ട് കേട്ടോ. ഗിയറുള്ളതും ഗിയർ ഇല്ലാത്തതും ഒക്കെ സൈക്കിളുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ലയൺ സഫാരിക്ക് പോവുകയാണ്. ഇത് കുറച്ച് അവരുടെ ആ ഒരു ഏരിയയിൽ കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പം അത് ഉള്ളിലേക്ക് പല ഗേറ്റൊക്കെ കടന്നാണ് പോകുന്നത്. അപ്പോൾ അതിനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കുറച്ച് മാനുകളും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് കിളികൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് മാനുകളെയൊക്കെ കണ്ടായിരുന്നു. ഇത് ഇവർക്ക് ഫീഡ് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ ആ ഭാഗത്ത് എല്ലാം വന്നിങ്ങനെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് പല ഗേറ്റ് കടന്നാണ് പോകുന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഇതൊരു ഫീമെയിൽ ലയനാണ് കേട്ടോ. ഇവർ ഗ്ലാസ് ഇട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും. ഗ്രില്ലാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു ഫീമെയിൽ ലയനാണ് ആദ്യം നമ്മൾ കാണുന്നത്. അവരുടെ ആ ഒരു കേവ് ഉണ്ട് അവിടെ. പിന്നെ അവർക്ക് സ്പേസ് കുറച്ച് നടക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ്, വെള്ളമുള്ളൊരു ചെറിയൊരു പോണ്ട് മാതിരി. ഇതാണ് ഇവിടുത്തെ രാജാവ്. അപ്പോൾ മെയിൽ ലയൺ അതിങ്ങനെ ഗർജിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ഭയങ്കര ഇങ്ങനെ ശൗര്യത്തോടു കൂടെ നടന്നു വരായിരുന്നു. അതെന്തായാലും നമുക്കൊന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ ഒരുപാട് ലയൺസൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഞാൻ കുറച്ച് കൂടുതലൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടം വരെ ഇത്രയും രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ട് ഇത് മാത്രമാണ് ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് വേറെ സൂവിൽ പോയപ്പോഴൊക്കെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഒരു സ്നാക്സൊക്കെ കഴിക്കുകയാണ്. അവിടുത്തെ കൗണ്ടറിൽ നിന്ന് ഒരു പപ്സും പിന്നെ ഒരു ലൈം ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കുടിക്കാൻ കേട്ടോ. ഇവിടെ ഈ തമിഴ്നാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ഇല ഇവർ വേറെ ഡിസ്പോസിബിൾ പ്ലേറ്റോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നാച്ചുറലായിട്ടുള്ള ഈ ഇല തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. അതിങ്ങനെ ഡ്രൈ ചെയ്തിട്ട് അതാണ് അമ്പലങ്ങളിലും അതെ, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് കിട്ടുക. ഇത് മന്ദാരത്തിൻ്റെ ഇല പോലത്തെ കുറച്ചുകൂടി വലിയൊരു ഇലയാണ്. അപ്പോൾ അത് എന്താ മരം എന്ന് എനിക്കറിയില്ല. മന്ദാരത്തിൻ്റെ ഒരു വർഗ്ഗത്തിൽപ്പെട്ട മരമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടല്ലേ അത്. എവിടെ വീണാലും അതങ്ങ് മണ്ണിൽ അലിഞ്ഞു പൊക്കോളുമല്ലോ. മറ്റത് എന്ത് ബുദ്ധിമുട്ടാണ് പോവാനായിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ കാർ സർവീസ് എടുത്തു. അപ്പം അതിന് ആ വണ്ടീനെ കാറെന്ന് തന്നെയാണോ പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ അതിൽ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടാഗ് കിട്ടും. എൻ്റെ ടാഗ് ഞാൻ പാറൂന് കൊടുത്തു. പാറൂന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അവൾ ടാഗൊക്കെ കെട്ടി വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും മയിലുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മയിലിനെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടു നടന്നപ്പോഴാണ് ഒരു മാൻ വന്നു. അപ്പോൾ അതിനെ തൊടാനായിട്ട് എല്ലാവരും കൂടെ ഭയങ്കര ഇതായിരുന്നു. അത് പേടിച്ചൊന്നും ഉണ്ടാവില്ല അധികം, കാരണം അത് സ്ഥിരമായിട്ട് ആൾക്കാരെ കാണണമല്ലേ. അതിനൊരു ഇറിറ്റേഷനായിരുന്നു ഇങ്ങനെ തൊടാനായിട്ട്. പാറൂനും ഇതിനെ തൊടണം എന്ന് പറഞ്ഞാൽ അവളും ബഹളം വെച്ചു. അവൾക്കും തൊടാനൊക്കെ പറ്റിയിട്ടോ. ആ പുള്ളിമാൻ എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ഇതിനിങ്ങനെ അടുത്ത് കാണാൻ പറ്റി. അതിൻ്റെ കൊമ്പൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നി. അവളിങ്ങനെ തൊടുന്നതുകൊണ്ട് ഞാൻ ക്യാമറയും കൊണ്ട് നിന്നാറിന് എനിക്ക് അത്രയ്ക്കും കൂടെ കാണാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ക്യാമറയിൽ നോക്കുമ്പോഴാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് നടക്കുമ്പം
ഒരുപാട് ബേർഡ്സിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഈ വണ്ടല്ലൂരാണ് ഈ സൂ ഉള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സൊക്കെയാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സൂവും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഒരു മയിൽ അതിങ്ങനെ നല്ല ഭംഗിയിൽ പീലിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുവാണ്. അവൻ്റെ വീഡിയോ ഞാൻ ചുമ്മാ എടുത്തതാണ്. നല്ല രസമല്ലേ ഇതിനെ കാണാനായിട്ട്. നമ്മൾ മുരുകൻ്റെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് കൂട്ടിലായിരുന്ന ആയിട്ടുള്ളതാണെങ്കിൽ ഇത്രയും ഭംഗി തോന്നാറില്ല. ഇവരിങ്ങനെ ആ ഒരു സ്പേസിൽ നാച്ചുറലായിട്ടുള്ള ആ ഒരു രീതിയിൽ നടക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കുറേ ഉണ്ടായിരുന്നു മയിലുകൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ബേർഡ്സിൻ്റെ മക്കാവുമായിരുന്നു അവിടെ നിറയെ കേട്ടോ. അതൊക്കെ കണ്ട് എനിക്ക് എല്ലാം ഒന്നും ഇങ്ങനെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് ലോങ് ആയിപ്പോവും, അല്ലെങ്കിൽ പിന്നെ 2 പാർട്ടായിട്ട് ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൂവിൽ ഇത്രയും ഉള്ളൂ എന്ന് ആരും വിചാരിക്കരുത്, ഒരുപാടുണ്ട്. നമ്മുടെ ലിമിറ്റേഷൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം ഈ കാർ സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ഇത് ഇവർ കൂടുതലായിട്ടുള്ള ഏരിയയിൽ നമ്മൾ നിർത്തിയിട്ട് അവർ പോവും. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ വേറെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടാഗ് ഉള്ളതുകൊണ്ട് നമുക്കതിൽ കയറാം. അപ്പോൾ അങ്ങനെയാണ്. ഇത് ഒരു സ്പോട്ടുണ്ട്, അവിടെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അവരവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്തോളും. എന്നിട്ട് ഇതുപോലൊരു ഏരിയയിൽ കൊണ്ടിറക്കും. അപ്പം അങ്ങനെയായിരുന്നു സർവീസ്. ഇത് നമ്മുടെ ബഫല്ലോസ് കാണ്ടാമൃഗം അല്ലല്ലോ ഇത് കാട്ടുപോത്ത്. കാട്ടുപോത്ത് അതിൻ്റെ സൈസൊക്കെ കണ്ട് ഞാൻ ഞെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പോയപ്പോഴാണ് ഇതാ നമ്മുടെ ടൈഗറിനെ ശരിക്കും കാണാൻ പറ്റി. ആൾ നല്ല മിടുക്കനായിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു അവിടെ. ഞാൻ പറയായിരുന്നു ഷൈചേട്ടനോട് ഉച്ചയ്ക്ക് ഉള്ള ഫുഡൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉലാത്ത് കഴിക്കുള്ളൂ എന്ന്. ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം ആ റൗണ്ട് അടി ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഏരിയ ഗ്രില്ലിട്ടേക്കുന്ന ഏരിയയുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആളൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഉലാത്തലാണെന്ന് ഞാൻ അവിടെ നിന്ന് പറയുമായിരുന്നു. അങ്ങനെ അതിനെ നന്നായിട്ട് കാണാൻ പറ്റി കേട്ടോ. നല്ല നല്ല സൈസായിരുന്നു ആൾ. ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ല ലൈനിനെ പോലെ, പക്ഷെ ഇങ്ങനെ നടക്കുമായിരുന്നു. പാറുവിനും ഇതൊക്കെ ഇങ്ങനെ പിക്ചറിൽ കാണുന്നതല്ലാതെ ടി വിയിലൊക്കെ സൂയുടെ വീഡിയോ ഒക്കെ അവളെടുത്ത് കാണും. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിള്ളേർക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ ഈ പ്രായം തൊട്ടിട്ടാണല്ലോ, അവൾക്കിപ്പോൾ ഒരു 4-4.5 വയസ്സാണ്. അപ്പോൾ ആ ഒരു പ്രായം തൊട്ടിട്ടാണ് ഇതൊക്കെ കണ്ടാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആൾ വന്നതേ നേരെ ആ വെള്ളത്തിൽ വന്ന് കിടക്കുവാണ്. നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുക ആ വെള്ളവും തണുത്ത് കിടക്കുമായിരിക്കും. ആ തണുത്ത വെള്ളത്തിൽ വന്ന് കിടക്കുവാണ്. അതെന്താണ് ചൂടുള്ള സമയത്തൊക്കെയല്ലേ കൂടുതൽ കിടക്കുക, കുളിക്കാനാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു. അപ്പോൾ ഇതുപോലെ ഇവർ പിക്ക് ചെയ്യുന്ന ആ പോയിന്റിൽ വന്ന് നിന്നാൽ മതി. അവിടെ ഒരു ചെറിയൊരു ക്യൂ സിസ്റ്റം ഉണ്ട്, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിലിരുന്നാണ് കേട്ടോ ഈ ബെയറിനെയൊക്കെ കണ്ടത്. പാറുവിന് ബെയറിനെ ഒന്ന് അടുത്ത് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയിലായിരുന്ന കാരണം പിന്നെ അത് പറ്റിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ലെപ്പേർഡ് ഉണ്ട് കേട്ടോ, പുള്ളിപ്പുലി. അത് മുകളിൽ കിടന്ന് ഉറങ്ങുവാണ്. ഒരു തട്ട് പോലെയുണ്ട്, അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുവാണ്. അത് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതുപോലെ ഒരു ഏരിയ പെലിക്കൻസ് ആയിരുന്നു കുറേ. ഒരു ഗ്രേ പെലിക്കൻസ് ആണ് അവിടെ കൂടുതൽ കണ്ടത്. പിന്നെ വേറെ പല വെറൈറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഏതൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല കേട്ടോ. ഒരു നീർക്കാക്ക മാതിരി ഉണ്ടായിരുന്നു. ഈ കടൽക്കാക്കയില്ലേ, അതിനെ 2-3 കണ്ടു. പിന്നെ വേറെ പലതരം കൊക്കുകളില്ലേ നമ്മുടെ നാട്ടിലെ, അങ്ങനത്തെ. പിന്നെ പുറത്തുള്ള സ്ഥലത്തുള്ള അങ്ങനത്തെ കുറേ വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒറ്റക്കാലിൽ തപസ് ചെയ്യുമായിരുന്നു കേട്ടോ. എല്ലാവരും അല്ല, ഭൂരിഭാഗം ആൾക്കാരും. ഞാൻ പറയായിരുന്നു തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണത് ഇവിടെ ഒരാളെന്ന്. അങ്ങനെ ഇവർക്ക് നല്ലൊരു ഏരിയ ഉണ്ട്, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറക്കാനൊക്കെ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടിൽ മുട്ടയുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എല്ലാവരും കൂടി ഇങ്ങനെ
ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിലും എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഇവിടെയുള്ള ബേർഡ്സിൻ്റെ ഏതൊക്കെ വെറൈറ്റീസാണ്, ഒരു 13 വെറൈറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിക്ചറും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഐസ്ക്രീം കഴിക്കുന്നിടത്ത് എന്ത് ക്യൂ ആയിരുന്നു എന്നോ, ഭയങ്കര ക്യൂ ആയിരുന്നു. ഇടി പിടിച്ച് വാങ്ങിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞങ്ങൾ 3 പേരും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പാമ്പുകളുടെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ പാമ്പുകളെ കാണുമ്പോൾ എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് ദേഹമൊക്കെ കുളിർന്ന് കയറും. അത് കാരണം ഞാനങ്ങനെ ഒറ്റ നോട്ടം നോക്കിയിട്ട് ഞാനങ്ങ് പോവും. അതിങ്ങനെ മൂവ് ചെയ്യണം കാണുമ്പോഴാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് വരാം. അപ്പം ഇച്ചിരി പേടിയാണ് എനിക്ക് പാമ്പിനെ. അത് മൂവ് ചെയ്യണ്ട. ഈ അലിഗേറ്ററിൻ്റെ പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അലിഗേറ്ററിൻ്റെ ടോയ് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അലിഗേറ്ററിനെ കാണണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അലിഗേറ്ററിന് ഇങ്ങനെ മുതലയും പിന്നെ മറ്റേ ചീങ്കണ്ണിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. ചെന്നൈയിൽ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, അലിഗേറ്റർ പാർക്ക്. അവിടെ ഈ ക്രോക്കഡൈൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയാൽ മൊത്തം ക്രോക്കഡൈൽസാണ്. അവിടെ നമുക്കൊരു ദിവസം പോവാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പം നേരെ 2 ആനകളെ കണ്ടു. ആന നമുക്കൊരു പുതുമയല്ലല്ലോ, ചെറിയ ആനകളായിരുന്നു കേട്ടോ. പക്ഷേ ദൂരെ ആയത് കാരണം ശരിക്കും കാണാൻ പറ്റിയില്ല. പിന്നെയാണ് ജിറാഫിനെ കണ്ടത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയ ഒരു ജിറാഫ് അവിടെ നിൽപ്പുണ്ട്. കുറച്ച് വണ്ടിയിലിരുന്ന കാരണം കുറച്ച് ലോങ് ആയിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് എല്ലാം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് കുറച്ചുകൂടെയൊക്കെ ഉൾക്കൊള്ളിക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട്. അപ്പോൾ നമുക്കൊരു ഫോട്ടോസ് എടുക്കുന്നത് ഒരു ഓർമ്മയാണല്ലോ. നമുക്കെപ്പോഴും ആ ഒരു മൊമെൻറ്റ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും മനസ്സിലേക്ക്. അപ്പം അത് കഴിഞ്ഞൊരു പാർക്ക് ഉണ്ടായിരുന്നു ഇവിടെ. അത് കണ്ടപ്പോഴാണ് പാറുവിന് കൂടുതൽ ഹാപ്പി ആയത്. കുറച്ച് ഇടയ്ക്ക് ഞങ്ങൾ നടന്ന ആ ലൈം ജ്യൂസൊക്കെ കുടിച്ച സമയത്ത് ഇതിൻ്റെ അടുത്താണ് ഇരുന്നത്. അന്നേരം ഇവിടെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ആളെ ഒന്ന് സമാധാനിപ്പിച്ചാണ് വേറെ കൊണ്ടുപോയത്. പിന്നെ ഇവിടെ വൈകുന്നേരം വരാമെന്നുള്ളൊരു പ്രോമിസ് കൊടുത്തിട്ടാണ് ആളെ ഞങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഇപ്പോൾ പാറുവിന് ഈ സൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടും അവൾക്ക് ഈ ചിൽഡ്രൻസ് പാർക്കിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഹാപ്പി ആയത് കേട്ടോ. ആനിമൽസിനേക്കാൾ അവൾക്ക് ഇഷ്ടമാണ് എന്തൊക്കെയാണെങ്കിലും ഈ പ്രായത്തിൽ കളിക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് പിള്ളേർക്ക് സന്തോഷം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനും പണ്ട് സുഭാഷ് പാർക്കിലും എറണാകുളത്തെ സുഭാഷ് പാർക്കിലും ചിൽഡ്രൻസ് പാർക്കിലും ഒക്കെ ഓടി നടന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവളങ്ങനെ എല്ലാത്തിലും കയറി എക്സ്പ്ലോറൊക്കെ ചെയ്ത് അങ്ങനെ സന്തോഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ബൈ.